നല്ല ചൂടാലേ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഒക്കെ നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് മിക്ക സ്ഥലങ്ങളിലും പാമ്പുകളെ കാണാറുണ്ട്. പലരും പറയാറുള്ളത് നല്ല ചൂട് കാരണം അവർക്ക് ഇരിക്കാൻ പറ്റാതെ മാളത്തിൽ നിന്ന് വെളിയിലിറങ്ങി തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്നു, അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കാണുന്നത് എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയാറുള്ളത്. സത്യമാണ്. ഒന്ന് ചൂട് സമയമാണ്, അവർക്ക് തണുപ്പ് തേടി അവർ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുമാത്രമല്ല, അവിടെ ഒരു ശാസ്ത്രീയ വശം കൂടിയുണ്ട്. ശാസ്ത്രീയത എന്ന് പറയാൻ പറ്റില്ല. ഓൾമോസ്റ്റ് എല്ലാ പാമ്പുകളുടെയും നമ്മുടെ നാട്ടിൽ കാണുന്ന മൂർഖൻ, ചേര, അണലി അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് രാജവെമ്പാല പാമ്പുകളൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ്. അത് ഈ ഒരു ഫെബ്രുവരി മാർച്ച് സമയം പാമ്പുകളുടെ ഇണചേരൽ സമയം കൂടിയാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ചൂട് കാരണം കൊണ്ട് മാത്രമല്ല പാമ്പുകളെ കാണുന്നത്, ഒന്ന് ഈ ഇണ ചേരുന്ന സമയം ആയതുകൊണ്ട് കൂടിയാണ് പാമ്പുകളെ പല സ്ഥലങ്ങളിലും പല സ്പോട്ടുകളിലും ഒന്നോ രണ്ടോ ചില സ്ഥലങ്ങളിൽ 4 5 വരെ പാമ്പുകളെ ഒരുമിച്ച് ഒരേ സ്പോട്ടിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺപാമ്പുകൾ ഉള്ള ഒരു ടെറിട്ടറി അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ആവാസ സ്ഥലത്ത് ഈ ഒരു ഇണചേരൽ സമയമാകുമ്പോൾ ആ ഒരു സമയത്ത് ഇവരുടെ ഫിറോമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഇണയെ ആകർഷിക്കുന്ന ആ ഒരു ഫിറോമോൺ സംവിധാനം പാമ്പുകളിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഫിറോമോൺ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ച് വളരെയധികം ദൂരെ മറ്റ് പാമ്പുകൾ വസിക്കുന്ന അല്ലെങ്കിൽ അതായത് ഇപ്പോൾ ചേരയാണെങ്കിൽ മറ്റ് ചേരകളുടെ ആവാസ സ്ഥലത്തേക്ക്, മറ്റു ചേരകളുടെ ടെറിട്ടറി ഏരിയയിലേക്ക്, അതുപോലെ മൂർഖനാണെങ്കിൽ മറ്റ് ആൺമൂർഖൻ പാമ്പുകളുടെ ടെറിട്ടറിയിലേക്ക്, അതുപോലെ ഓരോ പാമ്പുകളും അതിൻ്റെ ഫിറോമോൺ ഈ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൺപാമ്പുകൾ വസിക്കുന്ന ആ ഒരു ടെറിട്ടറി വരെ എത്തും. അത് ചിലപ്പോൾ കിലോമീറ്ററുകൾ ദൂരം വരെ ഉണ്ടായേക്കാം. അപ്പോൾ ആ ഒരു ഫിറോമോൺ മനസ്സിലാക്കിയിട്ടാണ് ആൺപാമ്പുകൾ, ഇപ്പോൾ ഒരു പെൺപാമ്പ് ഒരു ഫിറോമോൺ പുറപ്പെടുവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആൺപാമ്പിന് മാത്രമല്ല അത് കിട്ടുക, വേറെ അടുത്തൊരു പാമ്പുകൾക്കും ഈ ഒരു സെയിം പാമ്പുകൾ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് ചേരയുടെ ഫിറോമോൺ മൂർഖന് കിട്ടിയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ മൂർഖൻ്റെ ഫിറോമോൺ ചേരയ്ക്ക് കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ചേരയ്ക്ക് ചേരയും മൂർഖനും രാജവെമ്പാലയ്ക്ക് രാജവെമ്പാലയും വെള്ളിക്കെട്ടനുമാണ്, അണലിക്ക് അണലിയുമാണ്. അപ്പോൾ അത്തരത്തിൽ ആ ഫിറോമോൺ മനസ്സിലാക്കിയിട്ട് ആ പെൺപാമ്പുകളെ തേടി അല്ലെങ്കിൽ ആ ഒരു പെൺപാമ്പിനെ തേടി മറ്റ് ആൺപാമ്പുകൾ ഈ ഒരു പെൺപാമ്പിൻ്റെ ലൊക്കേഷനിലേക്ക് വരുന്നതാണ്. അതുകൂടിയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ വരെയും ഒരു സ്പോട്ടിൽ നിന്ന് തന്നെ ഒന്നിലധികം പാമ്പുകളെ കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ചൂടുകാലം എന്നുള്ളത് പൊതുവെ പറയുമെങ്കിലും ആൺപാമ്പുകൾ പാമ്പുകളുടെ ഇണചേരൽ കൂടിയായതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് പാമ്പുകളെ കാണുന്നതിനുള്ള കാരണം ഞാൻ പറഞ്ഞു.